സർവചൈതന്യരൂപാം താമാദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാന പ്രചോദയാത്. നമസ്കാരം. ലളിതോപാഖ്യാനം 6-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അഗസ്ത്യ മഹർഷി ഹയഗ്രീവ ഋഷീശ്വരനോട് ചോദിച്ചു ഭണ്ഡാസുരൻ്റെ ചരിതം. അപ്പോൾ ഇവിടെ ആ ഹയഗ്രീവ ഋഷീശ്വരൻ അതിനെ വിസ്തരിച്ച് പറയാൻ ആരംഭിക്കുകയാണ്. ദക്ഷപുത്രിയായിരുന്ന സതീദേവി അഥവാ ദാക്ഷായണി വളരെ കാലം ആ ഭഗവാൻ ശ്രീശങ്കരനെ ആരാധിച്ച് യോഗമാർഗേണ സ്വന്തം ദേഹത്തെ ഉപേക്ഷിച്ച് ഹിമവാന്റെ പുത്രിയായി ജനിച്ചു. തൻ്റെ പുത്രി രുദ്രപത്നിയായിട്ടുള്ള സതീദേവിയാണ് എന്ന് ശ്രീതാരതനിൽ നിന്ന് മനസ്സിലാക്കിയ ഹിമവാൻ തൻ്റെ പുത്രിയായ പാർവതിയെ ശ്രീശങ്കരനെ ശുശ്രൂഷിക്കാനായി അദ്ദേഹത്തിൻ്റെ സമീപത്ത് എത്തിക്കുകയാണ്. ഇക്കാലത്ത് താരകൻ എന്ന അസുരൻ്റെ ദ്രോഹം അസഹ്യമായതിനെ തുടർന്നാണ് ദേവന്മാർ ബ്രഹ്മാവിനോട് സങ്കടം പറയുകയും ബ്രഹ്മാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ദേവേന്ദ്രൻ കാമദേവനെ നിയോഗിക്കുകയാണ്. ബ്രഹ്മാവിൻ്റെ പ്രജാസൃഷ്ടിയുടെ ആദ്യ ഘട്ടത്തിൽ അദ്ദേഹത്തിന് താൻ സൃഷ്ടിക്കുന്നവയെക്കുറിച്ച് അല്ലെങ്കിൽ ആ സൃഷ്ടികർമ്മത്തിൽ ഒരു തൃപ്തി ഉണ്ടാവുന്നില്ല. ബ്രഹ്മാവ് തപസ് ചെയ്യുകയും ഭഗവാൻ മഹാവിഷ്ണു ലക്ഷ്മി സമേതനായി അദ്ദേഹത്തിന് ദർശനം നൽകി എന്താണ് വരം വേണ്ടത് എന്ന് ചോദിച്ചു. ബ്രഹ്മാവ് പ്രാർത്ഥിക്കുകയാണ്, യതി തുഷ്ടോസി ഭഗവൻ അനായാസേന വൈ ജഗൽ ചരാചരം ഇതം ചൈവ സൃജാമി ത്വൽപ്രസാദത. അങ്ങ് സന്തുഷ്ടനായി എങ്കിൽ അങ്ങയുടെ അനുഗ്രഹത്താൽ സ്ഥാവരജംഗമങ്ങളായ ചരാചരമായിട്ടുള്ള ഈ ലോകത്തെ സൃഷ്ടിക്കാം. ഇവിടെ നമുക്ക് തരുന്നതായൊരു സന്ദേശം, നമ്മൾ ചെയ്യുന്നതായ ഒരു പ്രവൃത്തി അഥവാ ഒരു കർമ്മം അത് അവനവന് തൃപ്തി ഉണ്ടാക്കുന്നില്ല എങ്കിൽ, സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നില്ല എങ്കിൽ അതിൽ പിഴവ് സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. ഒരുവന് തൃപ്തിയും സന്തോഷവും ഉണ്ടാകുന്നത് ഭഗവത് പ്രസാദം കൊണ്ടാണ്. അഥവാ ഈശ്വരപ്രസാദം ആണ് ഒരു ഭക്തന് തൃപ്തിയും സന്തോഷവുമായിട്ട് പ്രകടമാവുന്നത്. ബ്രഹ്മാവിൻ്റെ ആ പ്രാർത്ഥന കേൾക്കുന്ന സമയത്ത് ഭഗവാൻ മഹാവിഷ്ണു മഹാലക്ഷ്മിയെ ഒന്ന് കടാക്ഷിക്കുകയും ആ സമയത്താണ് ലോകമോഹനമായിട്ടുള്ള രൂപത്തിൽ കാമദേവൻ ആവിർഭവിച്ചത്. മഹാവിഷ്ണുവിന് മഹാലക്ഷ്മിയിൽ ഉണ്ടായ മാനസപുത്രനാണ് കാമദേവൻ. ഈ മഹാലക്ഷ്മി എന്ന ദേവതാഭാവം ആ പരാശക്തിയുടെ രാജസീക ഭാവമാണ് എന്ന് ദേവീമഹാത്മ്യത്തിലൊക്കെ പരാമർശിച്ച് കാണാം. ഇവിടെ കാമദേവന് ആയുധമായിട്ട് പുഷ്പബാണം, കരിമ്പുവില്ല് ഇതെല്ലാം നൽകി. ഈ കാമദേവന്റെ പ്രേരണ കൊണ്ട് ജീവികൾ അവയുടെ ആ സൃഷ്ടി പരമ്പരകളെ തുടർന്നുകൊള്ളും.
അതുകൊണ്ട് തന്നെ ഭഗവാൻ നിർദ്ദേശിക്കുന്നു, ബ്രഹ്മാവെ അങ്ങ് ഈ ലോകത്തിൻ്റെ സാക്ഷിയായി നിർവൃതിയെ പ്രാപിച്ചുകൊള്ളൂ. കാമദേവൻ പഞ്ചഭൂതങ്ങളുടെ കർമ്മകാരണങ്ങളെ കൊണ്ട്, കാമദേവന്റെ കയ്യിലെ അസ്ത്രം പുഷ്പബാണം അത് പഞ്ചഭൂതങ്ങളുടെ പ്രതീകമാണ്. അപ്പോൾ അവ കൊണ്ട് ലോകസൃഷ്ടി നടത്തിക്കൊള്ളുമെന്നും ബ്രഹ്മാവിന് അതിൻ്റെ സാക്ഷിത്വേന വർത്തിക്കേണ്ടതായ ഒരു കടമയുള്ളൂ എന്നുമാണ് ഇവിടെ നിർദ്ദേശിച്ചത്. ഇങ്ങനെ ബ്രഹ്മാവ് സൃഷ്ടിയുടെ ഭാരം ആ കാമദേവനിൽ ഏൽപ്പിച്ചുകൊണ്ടാണ് മനോനിർവൃതിയോടുകൂടി നിശ്ചിന്തനായിട്ട് അങ്ങനെ വർത്തിക്കുന്നത്. ഇവിടെ ദേവന്മാർ പറയുകയാണ് കാമദേവനോട്, താങ്കളുടെ ബലവും വീര്യവും ഒരിക്കലും നിഷ്ഫലമാവില്ല, പരാക്രമം വെറുതെ ആവില്ല, അങ്ങയുടെ പുഷ്പബാണങ്ങൾ എല്ലായ്പ്പോഴും സഫലമാവും. ഇപ്പോൾ ബ്രഹ്മാവിൽ നിന്ന് തന്നെ വരം നേടിയ ആ താരകാസുരൻ ലോകത്തെ മുഴുവനും ക്ലേശിപ്പിക്കുന്നു. ശിവപുത്രന് മാത്രമേ ആ അസുരനെ നിഗ്രഹിക്കാൻ കഴിയൂ. എന്നാൽ ആ ശിവന്, ശ്രീശങ്കരന് പുത്രനുണ്ടാവണമെങ്കിൽ അതിനുള്ള പ്രേരണ ചെലുത്താൻ താങ്കൾക്ക് മാത്രമേ കഴിയൂ. ഇപ്പോൾ ആ ഭഗവാൻ ശ്രീശങ്കരൻ ആത്മധ്യാന തൽപരനായി ഗൗരീ സമന്വിതനായി മുനിമാരാൽ ചുറ്റപ്പെട്ട് ഹിമവാന്റെ മനോഹരമായിട്ടൊരു താഴ്വാരത്തിൽ വർത്തിക്കുകയാണ്. അല്ലയോ കാമദേവ, അങ്ങയുടെ നിയോഗം കൊണ്ട് ആ ഗൗരിയിൽ അദ്ദേഹത്തിനൊരു പുത്രൻ ജനിക്കും. അങ്ങ് അതിനുവേണ്ടി പ്രവർത്തിച്ചാലും ഞങ്ങളെ സഹായിച്ചാലും. ഇങ്ങനെ ദേവന്മാർ കാമദേവനോട് പ്രാർത്ഥിക്കുകയാണ്. കാമദേവൻ അവിടുന്ന് പുറപ്പെട്ടു. ആ ശിവസന്നിധിയിലെത്തി. അവിടെ കാണുന്ന കാഴ്ച, ആ പാർവതീദേവി ചന്ദന പുഷ്പധൂപ ദീപാദികളാകുന്ന പൂജാദ്രവ്യങ്ങളാൽ ശ്രീശങ്കരനെ ആരാധിക്കുന്നതായിട്ട് കണ്ടു. കാമദേവൻ തന്നെ ആർക്കും കാണാത്ത രീതിയിൽ അദൃശ്യമായി നിന്നുകൊണ്ട്, അദൃശ്യ സർവഭൂതാനാം നാതിദൂരെ അസ്യ സംസ്ഥിത, അങ്ങനെ മറഞ്ഞു നിന്നുകൊണ്ടാണ് ശ്രീശങ്കരന്റെ നേരെ പുഷ്പബാണങ്ങളെ പ്രയോഗിക്കാൻ തുടങ്ങി. ആ പുഷ്പബാണങ്ങൾ ഏൽക്കുന്നതോടുകൂടി കാമന്റെ പ്രേരണയാൽ മനസ്സിന് മഥനം സംഭവിക്കുകയാണ്. മനസ്സിനെ മഥിപ്പിക്കുന്നു എന്നതുകൊണ്ടാണ് കാമദേവന് മറ്റൊരു പേര് മന്മഥൻ. പുരാണങ്ങളിലൊക്കെ അങ്ങനെയും കാമദേവനെ വിശേഷിപ്പിക്കുന്നതായിട്ട് കാണാം, മന്മഥൻ. ആ കാമാവേശത്തോടുകൂടി ആ ഭഗവാൻ കണ്ണു തുറക്കുകയും തൻ്റെ സമീപത്തിരിക്കുന്നതായ പാർവതീദേവിയെ കണ്ടു. പാർവതീ സൗന്ദര്യത്തെ മനനം ചെയ്തു. മനക്കണ്ണുകൊണ്ട്, മനസ്സുകൊണ്ടിങ്ങനെ സങ്കല്പിക്കാൻ തുടങ്ങി. അല്പസമയം കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് തൻ്റെ മനസ്സ് ചലിക്കാൻ കാരണം എന്ന് ചിന്തിക്കുകയും തൻ്റെ മുന്നിൽ മറഞ്ഞു നിന്നുകൊണ്ട് തൻ്റെ നേരെ പുഷ്പബാണങ്ങളെ പ്രയോഗിക്കുന്ന കാമദേവനെ കാണുകയാണ്. പെട്ടെന്ന് കോപത്തെ സ്വീകരിച്ചതായ ആ ശ്രീശങ്കരൻ കാമദേവനെ ദഹിപ്പിക്കാൻ പോന്ന ആ പ്രഭാവത്തോടുകൂടി
അവിടുത്തെ നെറ്റിയിൽ നിന്നും ആ മൂന്നാം തൃക്കണ്ണ് തുറന്ന് അതിൽ നിന്നും അഗ്നിയെ പുറപ്പെടുവിക്കുകയും ആ അഗ്നി ആ കാമനെ ചുട്ടുകരിച്ചു. ഇവിടെ കാമദേവനെ മകരധ്വജൻ എന്നാണ് വിശേഷിപ്പിച്ചത്. തർത്തീയം ചക്ഷുരുന്മീല്യ ദദാഹ മകരധ്വജം ശിവേനേവം അവജ്ഞാത ദുഃഖിത ശൈലകന്യക. കാമദേവനെ ഭസ്മമാക്കിയതോടുകൂടി ആ രംഗം കാണുന്ന പാർവതീദേവിയാവട്ടെ ദുഃഖിതയായി. അവിടെ നിന്ന് മടങ്ങി പിന്നീട് ഹിമവാന്റെ അനുമതിയോടുകൂടി, അമ്മയായിട്ടുള്ള മേനാദേവിയുടെ അനുമതിയോടുകൂടി തപസ് ചെയ്യാനായി വനത്തിലേക്ക് പുറപ്പെടുകയും ചെയ്തു. അതിനുശേഷം അവിടെ നടന്ന മറ്റൊരു സംഭവത്തെയാണ് തുടർന്ന് വർണ്ണിക്കുന്നത്. കാമദഹനം കഴിഞ്ഞതോടുകൂടി ദേവന്മാരൊക്കെ ദുഃഖിതരായി. കാമപത്നിയായിട്ടുള്ള രതീദേവിയും വളരെയധികം സങ്കടപ്പെടുന്നു. അവരെയെല്ലാം ആശ്വസിപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടതായ അനുഗ്രഹങ്ങളെ കൊടുത്തുകൊണ്ട് മടക്കി അയച്ചു. പിന്നീട് നടന്ന ഒരു സംഭവം പറയുകയാണ്. ശിവഗണങ്ങളിൽ ഒരാളായിട്ടുള്ള ചിത്രസേനൻ ഈ കാമദേവൻ ഭസ്മമായ ഇടത്ത് കാണപ്പെടുന്നതായ ആ ചിതാഭസ്മം അഥവാ ആ ചാമ്പൽ അതിനെ കൂട്ടിയെടുത്ത് ഒരു പുരുഷരൂപത്തെ നിർമ്മിച്ചു. തദ്ഭസ്മനാതു പുരുഷം ചിത്രാകാരം ചകാരസ അഥ തദ്ഭസ്മ സംവീക്ഷ്യ ചിത്രസേനോ ഗണേശ്വര. ആ വിചിത്ര പുരുഷരൂപത്തെ കണ്ട ശ്രീശങ്കരൻ, ആ ശ്രീശങ്കരൻ്റെ കടാക്ഷത്താൽ ആ രൂപത്തിന് ജീവൻ ലഭിക്കുന്നു. അതിസുന്ദരനാണ്, ബലവാനാണ്, തേജസ്വിയാണ്, മധ്യാഹ്ന സൂര്യനെ പോലെ കാന്തിമാനാണ്. ചിത്രസേനൻ തന്നെ ആ യുവാവിനെ ആലിംഗനം ചെയ്തുകൊണ്ട് ശിവസ്തുതി ചെയ്യുവാൻ വേണ്ടതായ ഉപദേശങ്ങൾ, ശതരുദ്രീയ മന്ത്രം ഒക്കെ ഉപദേശിക്കുന്നു. അങ്ങനെ ആ ശതരുദ്രീയം ജപിച്ച് ഭഗവാനെ നമസ്കരിച്ചു. അപ്പോൾ അവിടുന്ന് ഭഗവാൻ എന്താണ് വരം വേണ്ടത് എന്ന് ചോദിക്കുകയും അപ്പോൾ ആവശ്യപ്പെടുകയാണ്, തന്നോട് യുദ്ധം ചെയ്യുന്നവരുടെ, എതിരിടുന്നവരുടെ പകുതി ബലം തൻ്റേതാവണം. ശത്രുക്കളെ പ്രയോഗിക്കുന്ന ആയുധങ്ങളെ കൊണ്ട് തനിക്ക് മുറിവേൽക്കരുത്. ആവശ്യപ്പെട്ട വരം കൊടുക്കാം എന്ന് നിശ്ചയിക്കുകയും എന്നിട്ടാണ് വളരെ കാലത്തെ അധികാരം, രാജാധികാരം ദാനം ചെയ്തു. ഇവിടെ 60,000 വർഷം എന്നൊക്കെയാണ് പറയുക. എന്തായാലും ദീർഘകാലം. ഈ സംഗതിയെ കാണുന്ന ബ്രഹ്മാവ് ഭണ്ഡ് എന്ന് പറഞ്ഞു. ഭണ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അബദ്ധം അല്ലെങ്കിൽ വിഡ്ഢിത്തം എന്നാണ്. അന്നു മുതൽ ആ കാമദേവന്റെ ചിതാഭസ്മത്തിൽ നിന്ന് ഉത്ഭവിച്ച ആ പുരുഷൻ ഭണ്ഡൻ അഥവാ ഭണ്ഡാസുരൻ എന്നറിയപ്പെടുന്നു. കാമദേവൻ എന്നതുകൊണ്ട്, അല്ലെങ്കിൽ കാമസങ്കല്പം എന്ന് പറഞ്ഞാൽ യുക്തമായ ആഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആ കാമദേവ സങ്കല്പം പുരാണങ്ങളിൽ ഒരുവന്റെ ലെജിറ്റിമേറ്റ് ഡിസയർ, യുക്തമായ ആഗ്രഹത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. എന്നാൽ
കാമന്റെ ശരീരം ദഹിച്ചുണ്ടായ ഭസ്മത്തിൽ നിന്ന്, ചാമ്പലിൽ നിന്ന് പിന്നീട് രൂപപ്പെട്ട ആ പുരുഷരൂപം അഥവാ ഭണ്ഡൻ അഥവാ ഭണ്ഡാസുരൻ, അത് അയുക്തികമായ ആഗ്രഹത്തെ, ഇല്ലെജിറ്റിമേറ്റ് ഡിസയർ, അതിനെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അയുക്തിക കാമത്തിന് ജീവൻ നൽകിയത് വിഡ്ഢിത്തമായി എന്നാണ് ബ്രഹ്മാവ് ഇവിടെ ഉദ്ദേശിച്ചത്. എതിരിടുന്നവന്റെ പകുതി ശക്തി തനിക്ക് ലഭിക്കണമെന്നും അസ്ത്രങ്ങളെ കൊണ്ട് മുറിവേൽക്കരുത് എന്നും വരം നേടിയ ആ ഭണ്ഡൻ അയുക്തിക കാമത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ്. ഇത്തരത്തിൽ വരങ്ങളൊക്കെ നേടിയ ഭണ്ഡാസുരൻ അവിടുന്ന് പുറപ്പെടുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞു വന്ന കഥയിൽ യോഗേശ്വരനായിട്ടുള്ള ആ ശ്രീശങ്കരന്, യോഗേശ്വരനായ മഹാവിഷ്ണുവിൻ്റെ മോഹിനി രൂപത്തിൽ തോന്നിയ കാമാസക്തിയുടെ ഫലമായി ശാസ്താവ് ആ ശ്രീപരമേശ്വരൻ പാർവതീ സമേതനായി പലാഴി തീരത്ത് ചെന്ന് മഹാവിഷ്ണുവിനോട് തനിക്ക് മോഹിനി രൂപത്തെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും അതിൻ്റെ ഫലമായിട്ട് കാണുന്ന മോഹിനി രൂപത്തിൽ ഭ്രമം തോന്നി, കാമം തോന്നി. അതിൽ നിന്നും ഉൽപ്പന്നമായ ഒരു ശക്തി വിശേഷം, അത് ആ ഒരു ദേവതാഭാവമാണ് ശാസ്താവ് എന്ന് മുൻപ് പറഞ്ഞു. അടുത്തത് ഈ താരകാസുരനെ നിഗ്രഹിക്കണം, അതിനായി ശിവപുത്രൻ അവതരിക്കണം, കാർത്തികേയൻ അഥവാ സുബ്രഹ്മണ്യൻ അഥവാ സ്കന്ദൻ. ആ സ്കന്ദ ഉൽപ്പത്തിക്ക് വേണ്ടിയിട്ടുള്ള കാമദേവന്റെ പരിശ്രമം നടന്നത് കൈലാസത്തിന് താഴെ ഗംഗാതീരത്താണ്. അപ്പോൾ ആദ്യ കഥയിൽ പാലാഴി തീരത്തെത്തിയ ശ്രീശങ്കരൻ ദേവീ സമേതനാണ് എങ്കിൽ ഇവിടെ സതീവിരഹത്താൽ ഘോര തപസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നതായ ആ ശ്രീശങ്കരനെ ശുശ്രൂഷിക്കാൻ ഹിമവൻ നിയോഗിച്ച പാർവതിയിൽ അനുരാഗബദ്ധനായ ഭഗവാനെയാണ് കാണുന്നത്. കാമൻ ദഹിച്ചുണ്ടായ ചാമ്പലിൽ നിന്നും ചിത്രസേനൻ എന്ന ശിവഗണം നിർമ്മിച്ച ആ രൂപത്തിൽ ശ്രീശങ്കരന്റെ കടാക്ഷം പതിച്ചതോടെ ഭണ്ഡാസുരന്റെ ആവിർഭാവം. അപ്പോൾ ഈ സന്ദർഭങ്ങളിലെല്ലാം പ്രവർത്തിച്ചത് കാമമാണ്. ഈ മൂന്നിടങ്ങളിലും പിതൃത്വം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ശ്രീശങ്കരന് തന്നെയാണ്. ഓരോ സൃഷ്ടിക്കും ഓരോ ദൗത്യ നിയോഗമുണ്ട്, അതിൻ്റെ പിൻബലമുണ്ട്. ലളിതാ പരമേശ്വരിയുടെ പ്രാദുർഭാവത്തിനും കാരണമായിട്ടുള്ളത് ഭണ്ഡാസുരന്റെ സൃഷ്ടിയാണ്. അപ്പോൾ ഒരുവനിൽ ബോധത്തിൻ്റെ താഴേ തലത്തിലേക്ക് സ്വപ്രേരണ കൊണ്ടോ അല്ലാതെയോ, മനഃപൂർവമായോ അല്ലാതെയോ ഇറങ്ങിയെത്തുന്ന അവസ്ഥയിൽ ശ്രീപരമേശ്വരൻ പോലും കാമന്റെ സ്വാധീനവലയത്തിൽ പെടുകയാണ് എന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. ഇവിടെ ദേവാസുര യുദ്ധങ്ങളെയൊക്കെ പലയിടങ്ങളിൽ വർണ്ണിക്കും. ഒരു അസുരൻ യുദ്ധത്തിൽ ഏർപ്പെടുന്നത് ആസക്തി കൊണ്ടാണ് എങ്കിൽ ദേവന്മാരാവട്ടെ അല്ലെങ്കിൽ ഈശ്വര അവതാരങ്ങളാവട്ടെ ദൗത്യ നിർവഹണത്തിൻ്റെ ഭാഗമായിട്ടാണ് യുദ്ധം ചെയ്യുന്നത് എന്നേ വ്യത്യാസമുള്ളൂ. ഇത്തരത്തിൽ
ഈ ലളിതോപാഖ്യാനത്തിലെ വളരെ പ്രസക്തമായ ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഭണ്ഡാസുരൻ്റെ ഉൽപ്പത്തിയെ പറഞ്ഞു. ഈ കഥകൾ പറയുന്ന ഇനിയും വരാൻ പോകുന്ന കഥകളെല്ലാം തന്നെ കഥാരൂപത്തിൽ മാത്രമല്ല, അതിനൊരു താത്വികമായ മറ്റൊരു അർത്ഥതലം കൂടിയുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഹയഗ്രീവ അഗസ്ത്യ സംവാദം ബ്രഹ്മാണ്ഡപുരാണ അന്തർഗതമായ ലളിതോപാഖ്യാനത്തിലെ ഭണ്ഡാസുര ഉൽപ്പത്തി എന്ന കഥയെ സമർപ്പിക്കുന്നത്. ലളിതോപാഖ്യാനം 7-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ രുദ്രകോപത്താൽ ഭസ്മമായി തീർന്ന കാമദേവൻ ആ ചാമ്പലിൽ നിന്ന് അഥവാ രുദ്രകോപമാകുന്ന അഗ്നിയിൽ നിന്ന് ആവിർഭവിച്ച ബലവാനായൊരു അസുരൻ ഭണ്ഡാസുരൻ സ്വാഭാവികമായിട്ടും രൗദ്ര സ്വഭാവിയായി തീർന്നു. ഈ ഭണ്ഡൻ അസുരന്മാരുടെ പുരോഹിതനായിട്ടുള്ള ശുക്രൻ, ആ ശുക്ര മഹർഷി ഭണ്ഡാസുരന്റെ അടുത്തെത്തി ഈ ശുക്രമഹർഷിയുടെ നിർദ്ദേശമനുസരിച്ച് അസുരശില്പിയായ മയനോട് പറയുകയാണ്, പണ്ട് അസുര രാജാക്കന്മാർ ത്രിലോകങ്ങളെയും ശാസിച്ചിരുന്നത് എവിടെ വസിച്ചുകൊണ്ടാണോ ആ ശോണിതപുരത്തിൽ പോയി എനിക്കായിട്ടൊരു പുരം നിർമ്മിക്കൂ. അങ്ങനെയാണ് അസുരശില്പി ആ മഹത്തായിട്ടുള്ള പുരത്തിൽ ദേവലോകത്തിന് തുല്യമായൊരു പുരം നിർമ്മിച്ചു. അനന്തരം ഗുരുനാഥനായിട്ടുള്ള ശുക്രനാൽ മറ്റ് ബലവാന്മാരായ അസുരന്മാരാലും ഈ ഭണ്ഡാസുരൻ അഭിഷേകം ചെയ്യപ്പെടുകയാണ്. മുൻപ് ബ്രഹ്മാവ് ഹിരണ്യകശിപുവിന് നൽകിയ ആർക്കും നശിപ്പിക്കാൻ കഴിയാത്ത ഒരു ഉദയസൂര്യനെ പോലെ കാന്തിയുള്ള കിരീടം ശുക്രാചാര്യർ ഈ ഭണ്ഡാസുരന് നൽകി. മറ്റ് പലതും വെൺചാമരങ്ങൾ സ്വീകരിച്ചു. ആ ചാമരങ്ങളെ ധരിച്ചാൽ രോഗങ്ങളുണ്ടാവില്ല, ദുഃഖമുണ്ടാവില്ല. ഇവിടെ ശുക്രമഹർഷി ഭണ്ഡാസുരന് നൽകിയ കിരീടം ഭൗതിക തൃഷ്ണയെ കുറിക്കുന്നതാണ്. വെൺചാമരങ്ങളാവട്ടെ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നത്. ചന്ദ്രൻ മനസ്സിന്റെ പ്രതീകമാണ്. അയഥാർത്ഥമായിട്ടുള്ള കൽപ്പിത മനസ്സിന്റെ അഥവാ മിഥ്യാബോധത്തിന്റെ പ്രതീകമാണ് വെൺചാമരങ്ങൾ. ഈ ഭൗതിക തൃഷ്ണയും മിഥ്യാബോധവും മറ്റ് ബലവാന്മാരായിട്ടുള്ള അസുരന്മാരുടെ ആ സഹായവും കൂടി ഭണ്ഡാസുരന്റെ അസുരഭാവത്തെ പ്രമത്തമാക്കുകയാണ് ചെയ്തത്. മറ്റു പല ആയുധങ്ങളും, വിജയം എന്ന ഒരു വില്ല്, ശത്രു സംഹാരമാർത്ഥമായിട്ടുള്ളൊരു വാള്, ആഭരണങ്ങൾ, ഇതൊക്കെ ഈ അസുരന് നൽകി. ഒരു സിംഹാസനം നൽകി. അതുകൂടാതെ ബലശാലികളായിട്ടുള്ള 8 മന്ത്രിമാർ, ഇന്ദ്രശത്രു, അമിത്രഘ്നൻ, വിദ്യുന്മാലി, അങ്ങനെ തുടങ്ങി 8 മന്ത്രിമാരുണ്ടായിരുന്നു. ഭണ്ഡാസുരന് 4 പത്നിമാർ, സമോഹിനി, കുമുദിനി, ചിത്രാംഗി, സുന്ദരി, അങ്ങനെ 4 പത്നിമാർ. ദേവന്മാർ പോലും ഈ ഭണ്ഡാസുരന് സേവ ചെയ്തുകൊണ്ട് ദാസ്യഭാവത്തിൽ ആസുരനെ പരിചരിക്കേണ്ടതായി വന്നു.
എല്ലാവരും ശുക്രമഹർഷിയുടെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്, ശിവപൂജയെ ചെയ്യുന്നവരാണ്. അവർക്കൊക്കെ തന്നെ ആ പുത്രപൗത്ര സമ്പത്തുകളൊക്കെ വർദ്ധിക്കുകയും എല്ലാ ഗൃഹങ്ങളിലും യാഗാദികളൊക്കെ അവരനുഷ്ഠിച്ചു വന്നു. ഋജോ യജോംഷി സാമാന്യം മീമാംസാന്യായഘാതക, ഋഗ് യജു സാമവേദങ്ങൾ, ന്യായം, മീമാംസാശാസ്ത്രം ഇതൊക്കെ അധ്യയനം ചെയ്യപ്പെട്ടിരുന്നു അവർക്കിടയിൽ. ഇങ്ങനെയെല്ലാം എല്ലാ ഭൗതികമായ ഐശ്വര്യത്തോടും കൂടി വസിക്കുന്ന ഭണ്ഡാസുരന് പക്ഷേ തൻ്റെ ഈ ദീർഘകാലം, വളരെ കാലം ഭരിക്കാനുള്ള, രാജഭോഗങ്ങളെ അനുഭവിക്കാനുള്ള വരം കിട്ടിയ ആ ഭണ്ഡാസുരന് ഈ ദീർഘകാലം പോലും അരനിമിഷം പോലെയാണ് കഴിഞ്ഞുപോയത്. അപ്പോൾ ഭണ്ഡാസുരൻ്റെ അക്കാലം കഴിയാറായി. ഭണ്ഡാസുര വധത്തിനുള്ള രംഗം ഒരുങ്ങുകയാണ്. തുടർന്ന് ഇവിടെ ഭഗവാൻ മഹാവിഷ്ണു ഭണ്ഡാസുരന് അഭിവൃദ്ധി ഉണ്ടായി എന്നും ഇന്ദ്രാദി ദേവന്മാരുടെ ബലം ക്ഷയിച്ചു എന്നും അറിഞ്ഞിട്ടാണ് ലോകത്തെ മോഹിപ്പിക്കുന്നതായ ഒരു മായയെ സൃഷ്ടിക്കുകയും ഇവിടെ ഭണ്ഡാസുരനായി മാറിയത് അയുക്തകാമമാണ് എന്നും ആ അയുക്തകാമം അത് പരമകാഷ്ഠയെ പ്രാപിച്ചപ്പോൾ ആ അസുരന്റെ കാമപൂരണത്തിനുള്ള സാധ്യതകളെയാണ് ഇവിടെ ആദ്യം ഭഗവാൻ ഒരുക്കി കൊടുക്കുന്നത്. ഇതാ ഭഗവാൻ ആ മായയോട് നിർദ്ദേശിക്കുകയാണ്, എല്ലാ ജീവികളെയും മോഹിപ്പിച്ചുകൊണ്ട് യഥേഷ്ടം സഞ്ചരിക്കുക. നിന്നെ ജയിക്കാൻ ആരുമില്ല. ആസുരിത പ്രവൃത്തിയായിട്ടുള്ള ഭണ്ഡാസുരന്റെ അടുത്തുപോയി ആ അസുരനെ മോഹിപ്പിക്കുക. ഇവിടെ കാമദേവൻ ശിവ നേത്രാഗ്നിയിൽ ഭസ്മമായി എന്ന് മുൻപ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഭണ്ഡാസുരന്റെ കാലഘട്ടത്തിൽ എല്ലാവരും ജിതകാമന്മാരായിരുന്നു. കാമനെ ജയിച്ചവരാണ്. ആർക്കും കാമം ബാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അസുരന്മാർ പോലും വേദാധ്യയനം ചെയ്തും യാഗാദികളെ ചെയ്തും ജീവിച്ചത്. അവരിൽ ആ കാമചിന്തകൾ ഉണ്ടായിരുന്നില്ല. ഇവിടെ കാമത്തിന്റെ അഭാവം അഥവാ കാമന്റെ അഭാവത്തെ നികത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ വിഷ്ണു ഭഗവാൻ തൻ്റെ മനസ്സുകൊണ്ട് ഒരു മായാശക്തിയെ സൃഷ്ടിച്ചത്. അങ്ങനെ ആ മായ തൻ്റെ സഹായത്തിനായി ചില അപ്സരസ്സുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇവിടുന്ന് പുറപ്പെട്ട് മാനസ തരസന്റെ തീരത്ത് എത്തിച്ചേരുകയാണ്. ആ അസുര രാജാവായിട്ടുള്ള ഭണ്ഡൻ തന്നോടൊപ്പമുള്ള ശ്രീജനങ്ങളോടുകൂടി വിഹരിക്കുന്ന ആ പ്രദേശത്ത് ഒരു ചമ്പക വൃക്ഷത്തിൻ്റെ ചുവട്ടിലായിട്ട് ഈ മായാദേവി നല്ല മധുരമായിട്ട് ഗാനം ചെയ്തുകൊണ്ട് ഒരു ഭാഗത്ത് വന്നിരുന്നു. ഈ ഗാനം കേട്ടിട്ടാണ് ഭണ്ഡാസുരൻ തൻ്റെ മന്ത്രിമാരോടുകൂടി ആ ചമ്പക വൃക്ഷത്തിൻ്റെ ചുവട്ടിലെത്തി ആ മായാസുന്ദരിയെ കാണുകയാണ്. അതോടുകൂടി ആ മായാമോഹത്തിൽ വീണുപോവുകയാണ്. അല്ലെങ്കിൽ ഭണ്ഡാസുരനിൽ കാമം ജനിക്കുകയാണ്. ഭണ്ഡൻ ഈ മായയോട്, ആ സുന്ദരിയായിട്ടുള്ള ആ മായാദേവിയോട് അപേക്ഷിക്കുകയാണ്, തൻ്റെ ആഗ്രഹം സാധിപ്പിക്കണം. അത് കേട്ടതും ഈ മായ അത് ഉടനെ തന്നെ സമ്മതിച്ചു. ആ മായയെ തനിക്ക് ലഭിച്ചതും ആ സുന്ദരിയെ തനിക്ക് ലഭിച്ചതും ഭണ്ഡാസുരന് വലിയ നിർവൃതി തോന്നുകയാണ്.
അതോടുകൂടിയിട്ട് അവർ ചെയ്തിരുന്ന ശിവാരാധനയിൽ ലോപം സംഭവിക്കുന്നു. മറ്റ് യജ്ഞങ്ങളോ സ്വാധ്യായത്തിലോ ഒക്കെയുള്ള ശ്രദ്ധ കുറഞ്ഞു. അതിലൊന്നും താല്പര്യമില്ലാതെയായി. അതുവരെ ചെയ്തു പോകുന്ന ശുഭകർമ്മങ്ങളൊക്കെ തന്നെ മറന്നു അവർ. ശുക്രമഹർഷിയെ പോലും, ആചാര്യനായിട്ടുള്ള ശുക്രനെ പോലും അവർ അപമാനിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഭോഗാസക്തരായി തീർന്നു ഈ ഭണ്ഡാസുരനും മറ്റുള്ളവരും ഒക്കെ തന്നെ. ആ സമയത്താണ് ഒരിക്കൽ ദേവേന്ദ്രന്റെ അടുത്ത് നാരദ മഹർഷി എത്തിച്ചേരുകയും വേഗം ഇന്ദ്രൻ ശ്രീനാരദനെ സ്വീകരിച്ചു. അങ്ങ് ഇവിടേക്ക് വരാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചു. നാരദൻ പറഞ്ഞു, അദ്യ സമോഹിതോ ഭണ്ഡോ ദൈത്യേന്ദ്രോ വിഷ്ണുമായ തയാ വിമുക്തോ ലോകാം സ്ത്രീൻ ദഹത്യ അഗ്നിരിവാപര. ആ ഭണ്ഡാസുരൻ വിഷ്ണുമായ കൊണ്ട് മോഹിക്കപ്പെട്ടിരിക്കുകയാണ്. വീണ്ടും ആ മായയിൽ നിന്ന് മോചനം നേടിക്കഴിഞ്ഞാൽ അഗ്നി പോലെ 3 ലോകത്തെയും ദഹിപ്പിക്കും. അതുകൊണ്ട് എത്രയും വേഗം അവൻ്റെ തേജസ്സിനെ അസ്ത്രങ്ങളെ കൊണ്ടോ മായാബലം കൊണ്ടോ അങ്ങ് അപഹരിക്കണം. അതിന് എന്താണ് ഉപായം? വിന ആരാധനതോ ദേവ്യ പരാശക്തേ തഥാ സതി അശക്യോ അന്യേന തപസാ കൽപ്പകോടി ശതൈരപി. ആ പരാശക്തിയെ ആരാധിക്കുകയല്ലാതെ വേറെ തപസ് കൊണ്ടോ എത്ര കൽപ്പകാലം, കോടിക്കണക്കിന് കൽപ്പകാലം ശ്രമിച്ചാലും ഈ അസുരന്റെ തേജസ്സിനെ അപഹരിക്കാൻ കഴിയില്ല. അങ്ങനെ നാരദ മഹർഷിയുടെ നിർദ്ദേശം കേട്ട് ഇന്ദ്രൻ മറ്റ് ദേവന്മാരോടുകൂടി നാരദനെ പൂജിക്കുകയും അതിനെ തുടർന്ന് തപസ്സിനായിട്ടുള്ള ഒരുക്കങ്ങളെ ചെയ്തുകൊണ്ട് ഹിമാലയത്തിൻ്റെ താഴ്വരയിലേക്ക് പോയി. തത്ര ഭാഗീരഥീ തീരെ സർവഋത്തു കുസുമോജ്വലെ പരാശക്തേർ മഹാപൂജ ചക്രേ അഖിലസുരൈ സഹ. ഗംഗാനദിയുടെ തീരത്ത് ദേവന്മാരെല്ലാവരും കൂടി എല്ലാ ഋതുക്കളിലും ലഭ്യമാകുന്ന പൂക്കളെ കൊണ്ട് പരാശക്തി പൂജ ചെയ്തു. ഇന്ദ്രൻ തപസ് ചെയ്ത ആ ഹിമാലയ താഴ്വാരം അന്നു മുതൽ ഇന്ദ്രപ്രസ്ഥം എന്നറിയപ്പെടാൻ തുടങ്ങി. എല്ലാ സിദ്ധികളെയും പ്രദാനം ചെയ്യുന്ന ഇടമാണ് ഇന്ദ്രപ്രസ്ഥം എന്നും പറഞ്ഞു. അസുരഗുരുവായിട്ടുള്ള ശുക്രൻ ഈ അസുരന്മാരെല്ലാവരും തന്നെ ഭണ്ഡാസുരന്റെ ഒപ്പമുള്ളവരെല്ലാവരും ഭണ്ഡാസുരനും മായയുടെ മോഹവലയത്തിൽ പെട്ടു എന്ന് മനസ്സിലാക്കുകയും ആ ശുക്രാചാര്യർ ഭണ്ഡാസുരനോട് പറയുകയാണ്, മറ്റസുരന്മാരൊക്കെ നിന്നെ ആശ്രയിച്ചിട്ടാണ് യാതൊരു ഭയവും കൂടാതെ 3 ലോകങ്ങളിലും ഇഷ്ടം പോലെ സഞ്ചരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ആ മഹാവിഷ്ണു നിർമ്മിച്ച മായയിൽ അങ്ങ് ഉൾപ്പെടെ എല്ലാവരും മോഹിതരായി തീർന്നിരിക്കുകയാണ്. നിങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടി ദേവേന്ദ്രൻ മഹത്തായിട്ടുള്ള തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഇന്ദ്രന്റെ തപസ്സുകൊണ്ട് ആ പരാശക്തി സംപ്രീതയായാൽ തീർച്ചയായിട്ടും വിജയം ദേവന്മാർക്ക് തന്നെ ആയിരിക്കും. അതുകൊണ്ട് അങ്ങ് ഇപ്പോൾ അങ്ങയോടൊപ്പമുള്ള ഈ മായാരൂപിണിയെ ഉപേക്ഷിച്ച് ഹിമാലയത്തിലേക്ക് പോവുക, ആ ശത്രുക്കളായിട്ടുള്ള ദേവന്മാർക്ക് വിഘ്നം ഉണ്ടാക്കണം. വേഗം തന്നെ ആചാര്യന്റെ വാക്കുകളെ കേട്ട് ഭണ്ഡാസുരൻ മന്ത്രിമാരോട് പറഞ്ഞു. അപ്പോൾ ആ മന്ത്രിമാരിൽ ഒരാൾ ശുതവർമാവ്, അയാൾ അതിന് മറുപടി പറയുകയാണ്, രാജാവേ, അങ്ങയ്ക്ക് ആ ശ്രീശങ്കരൻ നൽകിയതായിട്ടുള്ള ആ ഒരു ദീർഘകാലം, ആ അധികാരം
അത് കാലാവധിയായി കഴിഞ്ഞു, പൂർത്തിയായി കഴിഞ്ഞു. ഈ ഒരു അവസ്ഥയിൽ പ്രതികാരം ചെയ്യുക സാധ്യമല്ല. കാലേതു ഭോഗ കർത്തവ്യോ ദുഃഖസ്യജ സുഖസ്യജ. കാലം കൊണ്ട്, കാലപ്രവാഹത്തിൽ സുഖവും ദുഃഖവും ഏവർക്കും അനുഭവിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ അടുത്ത മന്ത്രി പറയുകയാണ്, ഭീമകർമാവ്, ശത്രുവിനെ നിസ്സാരനെന്ന് കരുതരുത്. അങ്ങനെ ഉപേക്ഷ മനോഭാവത്തോട് കൂടി ഇരിക്കാൻ പാടില്ല. അവരവരുടെ ബലമനുസരിച്ച് എതിർക്കണം. തീർച്ചയായിട്ടും നമ്മൾ പോയി ഇന്ദ്രന്റെ തപസ്സിന് വിഘ്നം വരുത്തണം. അങ്ങേക്ക് തപസ് ചെയ്ത് നേടിയ ഒരു വരമുണ്ട്. യുദ്ധത്തിൽ ശത്രുവിൻ്റെ പകുതി ബലം അങ്ങേക്ക് വന്നു ചേരും. അത് ആ ശ്രീശങ്കരൻ തന്നെ അങ്ങേക്ക് പ്രദാനം ചെയ്തിട്ടുള്ളതാണല്ലോ. അങ്ങേക്ക് വിജയമുണ്ടാവും എന്നെല്ലാം കേട്ട് ആ ഭണ്ഡൻ സൈന്യങ്ങളോടുകൂടി ഹിമാലയ താഴ്വരയിലേക്ക് പുറപ്പെട്ടു. ഇന്ദ്രന്റെ തപസ്സിന് വിഘ്നം വരുത്തുവാനായിട്ടെത്തിയ അസുരന്മാരെ കണ്ട് ആ ജഗദംബിക, ആ പരാശക്തി, അവർക്ക് മുന്നിൽ ലംഘിക്കാൻ കഴിയാത്ത ഉജ്ജ്വലമായിട്ടുള്ള മായ കൊണ്ട് നിർമ്മിതമായ ഒരു മറ, ഒരു വലിയ മതിൽ സൃഷ്ടിച്ചു. മായാപ്രാകാരം ഉജ്ജ്വലം. ഇത് കണ്ട് ആ ഭണ്ഡാസുരൻ ഒരേ സമയം അത്ഭുതപ്പെടുകയും കോപിക്കുകയും ചെയ്തു. ഇതെന്താണ് തൻ്റെ മുന്നിൽ ഇങ്ങനെ തടസ്സമായിട്ട് നിൽക്കുന്നത്? ബലവത്തായിട്ടുള്ള അസ്ത്രങ്ങളെ കൊണ്ടത് ഭേദിക്കാൻ ശ്രമിച്ചു. എത്ര തന്നെ ശ്രമിച്ചിട്ടും ആ തടസ്സം മാറ്റാൻ കഴിയുന്നില്ല. ഒടുവിൽ മടങ്ങുകയാണ്. വളരെയധികം വിഷാദത്തോടുകൂടി ഭണ്ഡാസുരൻ മടങ്ങുകയും ചെയ്തു. എന്നാൽ ദേവന്മാരാവട്ടെ ഈ ജഗദംബികയെ കാണുന്നില്ല. നേരെ മറിച്ച് ഭണ്ഡാസുരന്റെ സൈന്യങ്ങളെ കണ്ടു. അവർ ഭയപ്പെട്ട് അവരുടെ ആ ഒരു ദേവീഭജനം അത് ഉപേക്ഷിച്ച്, അവർ ചെയ്തുകൊണ്ടിരുന്ന ഹോമാദിക്രിയകളൊക്കെ ഉപേക്ഷിച്ച് അവിടുന്ന് പലായനം ചെയ്തു. അപ്പോൾ പ്രദർശനായിട്ടുള്ള ഇന്ദ്രൻ അവരോട് പറഞ്ഞു, ആ ഭണ്ഡാസുരൻ ഇവിടെ എത്തിക്കഴിഞ്ഞു. ആ ഭണ്ഡാസുരനോട് യുദ്ധത്തിൽ എതിർക്കാൻ നമുക്ക് കഴിയില്ല, അസാധ്യമാണ്. നമ്മളിവിടുന്ന് ഭയപ്പെട്ടുകൊണ്ട് ഓടിയാലും പലായനം ചെയ്താലും നമുക്ക് ഒരിടത്തും ആശ്രയം ആയിട്ടില്ല. വലിയ വിസ്താരമുള്ള ഒരു അഗ്നികുണ്ഡം നിർമ്മിച്ച് മഹായാഗവിധി അനുസരിച്ച് ആ ദേവിയെ യജിക്കണം. അത് എങ്ങനെ വേണം? മഹാമാംസങ്ങളെ കൊണ്ട് യജിക്കണം. ഇവിടെ തൻ്റെ തന്നെ ശരീരത്തിലെ മാംസം, അതാണ് മഹാമാംസം എന്ന് പറയുക. അങ്ങനെ ചെയ്താൽ പരബ്രഹ്മ സായുജ്യം പ്രാപിക്കാൻ കഴിയും, അല്ലെങ്കിൽ സ്വർഗലോകത്തെ അനുഭവിക്കാൻ കഴിയും. ഇങ്ങനെ ഇന്ദ്രൻ പറഞ്ഞത് കേട്ടിട്ടാണ് ദേവന്മാർ സ്വന്തം മാംസം അരിഞ്ഞെടുത്തുകൊണ്ട് മന്ത്രസഹിതം ശാസ്ത്രസമ്മതമായ വിധത്തിൽ അഗ്നിയിൽ ഹോമിക്കാൻ തുടങ്ങി. തൽഫലമായിട്ട് പ്രാതുർബഭൂവ പരമം തേജപുഞ്ചമനോപമം കോടിസൂര്യ പ്രതീകാശം ചന്ദ്രകോടിസു ശീതളം. ആ സന്ദർഭത്തിലാണ് കോടിസൂര്യ തുല്യപ്രഭയോടുകൂടി, എന്നാൽ കോടി ചന്ദ്രന്മാരെ പോലെ കുളിർമയോടുകൂടി ഒരു തേജപുഞ്ചം അവരുടെ മുന്നിൽ ആവിർഭവിച്ചു. ഇവിടെ സ്വന്തം ശരീരത്തിലെ മാംസം ഹോമിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്
പരിമിതമായ വ്യക്തിബോധം അപരിമേയായിട്ടുള്ള ആ സമഷ്ടി ശക്തിക്ക് മുന്നിൽ സ്വയം അർപ്പിക്കുക എന്നാണ്. സങ്കുചിത വ്യക്തിബോധത്തെ അല്ലെങ്കിൽ ഒരുവന് ഉള്ള ശരീരാഭിമാനം, ദേഹാഭിമാനം, അതിനെ സമഷ്ടിബോധമാക്കി പരിവർത്തിപ്പിക്കുക. ആ പ്രക്രിയ ഒരുവന്റെ ശരീരത്തിലെ മാംസം അയാൾ തന്നെ മുറിച്ചെടുക്കുന്നത് പോലെ പ്രയാസകരമായ ഒന്നാണ്. നമ്മളിലെ സങ്കുചിത വ്യക്തിബോധത്തെ സമഷ്ടിബോധമാക്കി മാറ്റുക. ഈ പ്രപഞ്ചത്തിൽ എല്ലാത്തിലും പ്രകാശിക്കുന്നത് ഈ ഒരേ ചൈതന്യം തന്നെയാണ് എന്ന ബോധത്തിലേക്ക് നമുക്ക് എത്തിച്ചേരണമെങ്കിൽ അതേറ്റവും ദുഷ്കരമാണ്. ഒരു കത്തിയെടുത്ത് നമ്മളുടെ തന്നെ ശരീരത്തിലെ മാംസം മുറിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ പ്രയാസമാണ്. എന്നാൽ ആ സമഷ്ടിബോധത്തെ എത്ര പരിശ്രമിച്ചിട്ടാണെങ്കിലും എത്ര ക്ലേശിച്ചിട്ടാണെങ്കിലും പ്രാപിച്ചാൽ മാത്രമേ നമ്മളുടെ ജീവിതത്തിൽ വ്യഷ്ടിതലത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ കഴിയൂ എന്നുകൂടി ഇവിടെ പറഞ്ഞു തരികയാണ്. ആ വലിയ തേജപുഞ്ചത്തിന്റെ നടുവിൽ ഒരു ചക്രാകൃതിയിലുള്ള ഉത്തമമായൊരു പ്രഭാപടലം കാണപ്പെട്ടു. ജഗതുജ്ജീവനാകാരാം ബ്രഹ്മവിഷ്ണു ശിവാത്മികാം സൗന്ദര്യ സാരസീമാന്താം ആനന്ദരസസാഗരാം ജപാ കുസുമസങ്കാശാം ദാഡിമീ കുസുമാംബരാം സർവാഭരണ സംയുക്താം ശൃംഗാരൈകരസാലയാം കൃപാതരംഗിതാപാംഗ നയനാലോക കൗമുദിം പാശാങ്കുശ ഇക്ഷുകോദണ്ഡ പഞ്ചബാണലസൽക്കരാം. ഉദയസൂര്യനെ പോലെ ശോഭിക്കുന്ന, ലോകത്തെ ഉജ്ജീവിപ്പിക്കുന്നതായ രൂപലാവണ്യത്തോടുകൂടി ബ്രഹ്മവിഷ്ണു ശിവാത്മകയായി ചെമ്പരത്തിപ്പൂവിൻ്റെ നിറത്തോടുകൂടി, ജപാകുസുമം ചെമ്പരത്തിപ്പൂവിൻ്റെ നിറമാണ്, ദാഡിമീ പുഷ്പസദൃശമായ വസ്ത്രം ധരിച്ച് സർവ ആഭരണവിഭൂഷിതയായി ആ ശൃംഗാര രസത്തിൻ്റെ ഇരിപ്പിടമായി എല്ലാവരോടും കൃപയോടുകൂടിയിട്ടുള്ള ആ ഒരു കടാക്ഷം, പാശം, അങ്കുശം, കരിമ്പുവില്ല്, പഞ്ചബാണങ്ങൾ, ഇതെല്ലാം ധരിച്ചുകൊണ്ടുള്ള ആ മഹാദേവിയെ അവർ ആ തേജസ്സിന് നടുവിൽ അവർ ദർശിക്കുകയാണ്. താം വിലോക്യ മഹാദേവിം ദേവാസർവേ സവാസവാഹ പ്രണേമു മുദിതാത്മാനോ ഭൂയോ ഭൂയോ അഖിലാത്മിക. ആ ലളിതാദേവിയെ കാണുന്ന ഇന്ദ്രാദികൾ, എല്ലാ ദേവന്മാരും ആ ദേവിയെ വീണ്ടും വീണ്ടും നമസ്കരിച്ചു. ആ ദേവിയുടെ കടാക്ഷം കൊണ്ട് തന്നെ അവരുടെ ക്ലേശങ്ങളെല്ലാം നീങ്ങി. അവരൊക്കെ ശരീരത്തിൽ നിന്ന് മാംസം മുറിച്ചു ഹോമിച്ചു എന്ന് മുൻപ് പറഞ്ഞു. എന്നാൽ അവരുടെ ശരീരം പൂർവസ്ഥിതിയിലായി, ബലവാന്മാരായി തീർന്നു. അങ്ങനെ വജ്രസമാന ശരീരത്തോടു കൂടിയിട്ട് മഹാബലവാന്മാരായി അവർ ദേവിയെ സ്തുതിക്കാൻ ആരംഭിച്ചു എന്ന് പറയുകയാണ്. ബ്രഹ്മാണ്ഡ പുരാണത്തിലെ ഉത്തരഖണ്ഡം ഹയഗ്രീവ അഗസ്ത്യ സംവാദ രൂപേണയുള്ള ലളിതോപാഖ്യാനത്തിലെ 7-ാം അധ്യായത്തെ ഇവിടെ സമർപ്പിക്കുന്നു. നമസ്കാരം. ശ്രീമാത്രേ നമഃ.